അറിവമ്മ അന്യരുടെ കുറ്റവും കുറവും കാണുകയും പറയുകയും ചെയ്യുന്നവർക്ക് സാധനയിൽ ഒരിക്കലും പുരോഗതി കൈവരിക്കാൻ കഴിയില്ല. ആരെയും മനസ്സ വാച കർമ്മണ ദ്രോഹിക്കരുത്. ജീവജാലങ്ങളോട് ദയ കാട്ടണം. അഹിംസയാണ് പരമമായ ധർമ്മം. അമ്മയുടെ വാക്കുകളിലൂടെ നമ്മുടെ മനസ്സ് ഉണരട്ടെ. തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യപുരാതനമായ ഹിന്ദു ക്ഷേത്രമാണ് ശംഖുമുഖം ദേവീക്ഷേത്രം. മഹിഷാസുരമർദ്ദിനിയായ ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. തിരുവിതാംകൂർ രാജകുടുംബവുമായി ഏറെ ബന്ധമുള്ള ഈ ക്ഷേത്രം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദേവി നീയേ തുണൈ തെന്മധുരൈ വാഴ്മീനലോചനി ദേവി നീയേ തുണൈ തെന്മധുരൈ വാഴ്മീനലോചനി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ശംഖുമുഖം ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയാണ് മാർത്താണ്ഡവർമ്മ നടത്തിയിരുന്നത്. പത്മനാഭസ്വാമി വിഗ്രഹം എഴുന്നള്ളിച്ച് കിഴക്കേ മണ്ഡപത്തിൽ വെച്ച ശേഷം മാർത്താണ്ഡവർമ്മ ചക്രതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് ആറാട്ട് നടത്തിയിരുന്നത്. തുടർന്ന് ദേവീ ദർശനം നടത്തി ആറാട്ട് ഘോഷയാത്ര മടങ്ങും. പത്മനാഭൻ വർഷത്തിൽ 2 തവണ ആറാട്ടിന് വരുമ്പോൾ സമീപത്തുള്ള എയർപോർട്ടിൻ്റെ റൺവേ അന്നേ ദിവസം തുറന്നു കൊടുക്കുകയും ഈ റൺവേ വഴിയാണ് ആറാട്ടിനായിട്ട് കടന്നു പോകുന്നത്. പുരാതന കാലം മുതൽക്കേ തന്നെ കൊട്ടാരത്തിൽ നിന്നും ദേവിക്ക് കാണിക്കയായി 16.25 പണം സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് ഇപ്പോഴും ആചരിച്ച് വരുന്നുണ്ട്. തെക്കൻ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ ശംഖുമുഖം ദേവീക്ഷേത്രം. ശാന്തസ്വരൂപിണി ഭാവത്തിലുള്ള ദേവീ ചൈതന്യം ഭക്തരുടെ സന്തത സഹചാരിയാണെന്നാണ് വിശ്വാസം. എവിടെ നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാലും അത് സാർത്ഥകമാകുമെന്നും പ്രാർത്ഥന ദുഷ്ടചിന്തയിൽ അധിഷ്ഠിതമാണെങ്കിൽ തിരിച്ചടിയാകും ഫലമെന്നും ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. ശംഖും ചക്രവും അമ്പും വില്ലുമേന്തിയ ചതുർബാഹുവായ രൂപത്തിലുള്ള മഹിഷാസുരമർദ്ദിനിയാണ് പ്രതിഷ്ഠ. മഹിഷാസുര വധത്തിനു ശേഷം ഇവിടെ എത്തിയ ദേവിക്ക് പിന്നിൽ ശിവഭഗവാൻ സ്ഥാനമുറപ്പിച്ചതുകൊണ്ടാണ് ദേവി ശാന്തസ്വരൂപിണിയായതെന്നാണ് ഐതിഹ്യം. ശ്രീകോവിലിനുള്ളിൽ ദേവീ വിഗ്രഹത്തിന് വലത്തായി സാളഗ്രാമത്തിലുള്ള ശിവലിംഗം കാണാം. ഉപദേവതകൾ ഇവിടെയില്ല. ഗർഭഗൃഹത്തിലാണ് ദേവീ പ്രതിഷ്ഠ എന്നതും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഉൾഭാഗം ചതുരാകൃതിയിലും പുറംഭാഗം വൃത്താകൃതിയിലുമായാണ് ഗർഭഗൃഹമുള്ളത്. എന്നാൽ ചതുരത്തിനും വൃത്തത്തിനുമിടയ്ക്ക് ഇടനാഴിയില്ല. മണ്ണ് മൂടിയ നിലയിലാണിത്. ഗർഭഗൃഹത്തിനുള്ളിൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അനവധിയുണ്ടെങ്കിലും ഇത്തരത്തിലൊന്ന് ഒരിടത്തും കാണുവാനാവില്ല. യുഗാബ്ദങ്ങളുടെ പഴക്കം ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം മണ്ണിനടിയിൽപ്പെട്ട് ഇടനാഴി മൂടിയതാകാമെന്നാണ് പുരാരേഖാ വകുപ്പ് അധികൃതരുടെ നിഗമനം. എന്നാൽ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ചരിത്രരേഖകൾക്ക് കൃത്യത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മൂന്ന് ഐതിഹ്യങ്ങളാണ് ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മണൽക്കുന്നുകളാൽ നിറഞ്ഞ ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്ന ദേവിയെ അസുരഗുരുവായ ശുക്രാചാര്യനും പത്നി ജയന്തിയും
ശംഖനാദം മുഴക്കി ഉണർത്തി. തൃക്കൺ തുറന്ന ദേവി കണ്ടത് ശംഖുമായി നിൽക്കുന്ന ശുക്രാചാര്യരുടെ മുഖമാണ്. തപസ് നീണ്ടുപോയതോടെ ദേവിയെ പ്രത്യക്ഷപ്പെടുത്താനായാണ് ശുക്രാചാര്യൻ ശംഖനാദം മുഴക്കിയത്. ശംഖുമായി നിൽക്കുന്ന ശുക്രാചാര്യരുടെ മുഖം ദേവി കണ്ടു എന്ന അർത്ഥത്തിലാണ് പ്രദേശത്തിന് കാലാന്തരത്തിൽ ശംഖുമുഖമെന്ന് പേര് വന്നതെന്ന് പഴമക്കാർ പറയുന്നു. എന്നാൽ ദേവി പ്രതിഷ്ഠ പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ടതാണെന്നും മറ്റൊരു വിശ്വാസം. ജമദഗ്നി മഹർഷിയുടെ ആജ്ഞയിൽ മാതാവായ രേണുകയെ വധിച്ച പരശുരാമൻ പാപപരിഹാരത്തിനായി പ്രതിഷ്ഠ ചെയ്ത് ബലിതർപ്പണം നടത്തിയ 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശംഖുമുഖം ദേവീക്ഷേത്രമെന്നും പറയുന്നു. പരശുരാമൻ ശിവപ്രതിഷ്ഠയാണ് നടത്തിയതെന്നും കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലെത്തിയ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ പിൻതലമുറക്കാർ മാറ്റി ദേവിയെ പ്രതിഷ്ഠിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. പരശുരാമ സാന്നിധ്യമാണ് ക്ഷേത്ര ഐതിഹ്യത്തിൽ നിലകൊള്ളുന്നത്. പരശുരാമ പരമ്പരയിൽപ്പെട്ട സന്യാസിവര്യന്മാർ ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നതായുള്ള ചില തെളിവുകളാണ് പരശുരാമ സാന്നിധ്യം ഉറപ്പിക്കുന്നത്. മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ഉത്സവം. പൗർണമി പൂജയാണ് പ്രത്യേകത. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും മംഗല്യഭാഗ്യത്തിനും വിദ്യാഭ്യാസ നേട്ടത്തിനും രോഗശമനത്തിനും ക്ഷേത്രത്തിൽ പൗർണമി പൂജ നടത്തുന്നുണ്ട്. പുഴുക്കാണ് പ്രധാന നൈവേദ്യം. എല്ലാ കാർത്തിക നാളിലും പുഴുക്ക് നൈവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നു. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം, ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ, അദ്വയനാദ്യനജനവ്യയനാത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ, മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം. ആരംഭത്തിൽ ശ്രീരാമ തത്വമാണ് പറയുന്നത്. ശ്രീരാമൻ പരമാത്മാ, പരമാനന്ദമൂർത്തി, സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് ശ്രീരാമൻ. ശ്രീരാമൻ എന്ന വ്യക്തിനാമവും പുല്ലിംഗ പ്രയോഗവും ചെയ്തുകൊണ്ട് പരമാർത്ഥത്തിൽ പരമാത്മാവാണ് എന്ന് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ്. സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് മായായുക്തനായി ധർമ്മ സംസ്ഥാപനാർത്ഥം ശ്രീരാമനായി വന്നിട്ടുള്ളത്. അവിടെ ശ്രീയുക്തനായിട്ട് രാമനെ നിർദ്ദേശിച്ചതിലൂടെ ശ്രീ മായയാണ്, പ്രകൃതിയാണ്, സ്ത്രീ തത്വമാണ്. അപ്പോൾ ശ്രീയുക്തമായിട്ട് രാമശബ്ദത്തെ പറഞ്ഞതുകൊണ്ട് പ്രകൃതിയോടൊത്ത പുരുഷൻ അഥവാ ശക്തിയോടൊത്ത ശിവൻ, മായയോടൊത്ത പരമാത്മ എന്ന ഭാവം സൂചിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ മായികമായിരിക്കുന്ന പരമാത്മഭാവത്തിലൂടെ പാരമാർത്ഥിക പരമാത്മാവ് തന്നെയാണ് ലക്ഷ്യമാക്കപ്പെടേണ്ടത്. അതുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പരമമായ ആനന്ദം സ്വരൂപമായവൻ. നിരതിശയമായ സുഖമാണ് ആനന്ദം. ആ ആനന്ദത്തെ തന്നെ പരം ശബ്ദം കൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധികൾക്കെല്ലാം ഉപരിയുള്ള അഥവാ സകല പ്രമാണങ്ങൾക്കും ഉപരിയുള്ള എന്നർത്ഥമാവുകയാണ് പരം ശബ്ദം കൊണ്ട്. പരമാനന്ദമൂർത്തി, പരമമായ സകല പ്രമാണങ്ങൾക്കും ഉപരിയുള്ള നിരതിശയമായ ആനന്ദം സ്വരൂപമായവൻ, പുരുഷൻ. പുരുഷൻ എന്ന് പറയുമ്പോൾ പൂർണ്ണൻ, പുരിയിൽ ശരീരത്തിൽ ശയിക്കുന്നവൻ, പുരുഷു ശേതേ,
പുരികളിൽ ശരീരങ്ങളിൽ ആത്മത്വേന വസിക്കുന്നവൻ, അഥവാ പൂർണ്ണം അനേന സർവം, എല്ലാം എന്തിനാൽ പൂർണ്ണമാണോ അവനാണ് പുരുഷൻ. പുരുഷ ശബ്ദം പറയുമ്പോൾ സ്വാഭാവികമായും സാഖ്യദർശനത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന പുരുഷനാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. അവിടെ തത്വങ്ങളെ അഥവാ മൊത്തം പ്രതിഭാസത്തെ പ്രകൃതിയെന്നും പുരുഷനെന്നും രണ്ടായി വിഭജിക്കും. ഇപ്പോൾ സാഖ്യദർശനമനുസരിച്ച് പുരുഷനും പ്രകൃതിയും രണ്ടാണ്, തീർത്തും ഭിന്നങ്ങളാണ്. ഇവിടെ ആ ഒരു സാഖ്യം പ്രതിപാദിക്കുന്ന പ്രതിശരീരം ഭിന്നനായ അഥവാ പ്രകൃതിയിൽ നിന്ന് വിലക്ഷണനായ പുരുഷനാണോ ഇവിടെ പറയപ്പെടുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും. അതുകൊണ്ട് ഒട്ടനെ പറയുകയാണ് പ്രകൃതിതൻ കാരണൻ, പ്രകൃതിക്കും കാരണനായ പുരുഷൻ. അപ്പം അത് സാഖ്യദർശനത്തിൽ പറയപ്പെടുന്ന പുരുഷനല്ല എന്ന് സ്പഷ്ടം. കാരണം സാഖ്യദർശനത്തിൽ പ്രകൃതിയും പുരുഷനും രണ്ട് തത്വങ്ങളാണ്, ഒന്ന് മറ്റൊന്നിന് കാരണമല്ല. ഒന്ന് സചേതനമാണ്, മറ്റൊന്ന് അചേതനമാണ്. പുരുഷൻ അപരിണാമിയാണ്, പ്രകൃതി പരിണാമിയാണ്. ഇവ രണ്ടിൻ്റെയും ചർച്ചയാലാണ് സകല പ്രപഞ്ച വ്യവഹാരങ്ങളും തന്നെ സാഖ്യന്മാർ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരിക്കലും അപ്രകാരമുള്ള പ്രതിശരീരം ഭിന്നനായ പുരുഷനല്ല ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി പ്രകൃതിക്കും കാരണഭൂതനായ, പ്രകൃതിയെപ്പോലെ നിലകൊള്ളുന്ന മറ്റൊരു തത്വമായ പുരുഷനല്ല, പ്രകൃതിക്കും കാരണഭൂതനായ, പോരെങ്കിൽ ഏകനായ. ഏകനായ എന്ന് പറയുന്നതോടുകൂടി സാഖ്യവാദത്തിൻ്റെ സംശയം പോലും അവിടെ ശേഷിക്കുന്നില്ല. കാരണം സാഖ്യദർശനത്തിലും അതിനനുസൃതമായ യോഗദർശനത്തിലും പുരുഷൻ അനേകമാണ്, പ്രതിശരീരം ഭിന്നനാണ്. യോഗദർശനത്തിൽ പുരുഷൻ പ്രതിശരീരം ഭിന്നൻ തന്നെ എങ്കിലും വിലക്ഷണനായ മറ്റൊരു പുരുഷനെ അവർ യോഗികൾ പറയുന്നുണ്ട്, ഈശ്വരനെന്ന്. ഏതായാലും ഇവിടെ ആ പ്രകൃതി പുരുഷൻ എന്ന് രണ്ടായി പിരിഞ്ഞിരിക്കുന്ന പുരുഷനെ അല്ല പറയുന്നത്. അതുകൊണ്ട് ഏകൻ എന്ന് പറഞ്ഞിട്ട് മതി വരാതെ പരൻ എന്നും പറഞ്ഞു. പരൻ, പരമമായ, അഥവാ ഇന്ദ്രിയ മനോബുദ്ധികൾക്കെല്ലാം ഉപരിയുള്ള, അല്ലെങ്കിൽ സകല പ്രമാണങ്ങൾക്കും ഉപരിയുള്ള എന്നർത്ഥം. അങ്ങനെ പരനായ പുരുഷൻ, പരപുരുഷൻ, പുരുഷോത്തമൻ, ദേവൻ, അനന്തൻ, ആദിനാഥൻ പുരുഷോത്തമനാണ്. പുരുഷോത്തമ ശബ്ദത്താൽ ക്ഷരത്തിനും അക്ഷരത്തിനും ഉപരിയുള്ള, ക്ഷരം ഉണ്ടായി നശിച്ചു പോകുന്ന വിരാട്ട്, അതിനുമുപരിയുള്ള കാരണബ്രഹ്മം, ഈ കാര്യകാരണ ഭാവങ്ങൾക്ക് രണ്ടിനും ഉപരിയുള്ള തത്വത്തെയാണ് പുരുഷോത്തമ ശബ്ദത്താൽ പറയുന്നത്. പരമാത്മാ എന്നർത്ഥം. ഉത്തമ പുരുഷസ്ത്വന്യഃ പരമാത്മാ ഇത്യുദാഹൃതഃ എന്ന് ഗീത. ആ പരമപുരുഷോത്തമനാണ് ദേവൻ, സർവത്തെയും പ്രകാശിപ്പിക്കുന്നവൻ. അനന്തൻ, ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ അന്തമില്ലാത്തവൻ, അറ്റമില്ലാത്തവൻ. അനന്തൻ, അപരിമിതൻ എന്നർത്ഥം. ആദിനാഥൻ, സകലത്തിനും ആദി കാരണവും സകലത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ. ആദിയുമാണ്, നാഥനുമാണ്. ആദിശബ്ദം കൊണ്ട് സർവകാരണത്തെ ദ്യോതിപ്പിക്കുന്നു, നാഥശബ്ദം കൊണ്ട് സർവത്തെയും നിയന്ത്രിക്കുന്നതിനെ ദ്യോതിപ്പിക്കുന്നു. ഇങ്ങനെ സർവപ്രപഞ്ച വികാരങ്ങൾക്കും ആദി കാരണമായി സർവത്തെയും നിയന്ത്രിക്കുന്നവനായി നിലകൊള്ളുന്ന പരമേശ്വരനാണ്, പരമാത്മാവാണ് ശ്രീരാമനെന്നറിഞ്ഞാലും എന്ന് പറഞ്ഞുകൊണ്ട് രാമതത്വത്തെ വിസ്തൃതമായി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്.
ഭാരതത്തിലെ നിരവധിയായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചും അവരെക്കുറിച്ചുള്ള കഥകളുമാണ് കഥയമമ്മയിൽ നാം ചർച്ച ചെയ്യുന്നത്. അതിൽ ഇന്നത്തെ ദിവസം നമ്മൾ വീണ്ടും ഗുരുവായൂരപ്പനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. കൃഷ്ണകഥകളാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് സിദ്ധാന്തം. ഭഗവാൻ തന്നെയാണ് കൃഷ്ണനായിട്ട് അവതരിച്ചത്. പൂർണ്ണാവതാരമാണ് കൃഷ്ണാവതാരം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ കൃഷ്ണാവതാരത്തിലെ നിരവധിയായിട്ടുള്ള ഭഗവാന്റെ ബാലലീലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം കാളീയ മർദ്ദന ലീലയാണ് ഈ ഒരു അധ്യായത്തിൽ നാം വിചിന്തനം ചെയ്യുന്നത്. ഒരിക്കൽ ഭഗവാൻ ഗോകുലത്തിൽ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് കാളിന്തി. ഭഗവാന്റെ കൂട്ടുകാരും ഒപ്പം ഭഗവാന്റെ പൈക്കുട്ടികളൊക്കെ ഒപ്പം അവിടെ സഞ്ചരിച്ചെത്തുകയും ഭഗവാന്റെ പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ട് അവിടെ കുറച്ച് സമയം ചെലവഴിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഗോപന്മാർക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കരമായിട്ടുള്ള ദാഹം അനുഭവപ്പെട്ടു എന്നാണ്. അവർ തങ്ങളുടെ പശുക്കുട്ടികളെയും പിടിച്ചുകൊണ്ട് കാളിന്തിയിലേക്ക് പതിയെ യാത്രയായി. കാളിന്തിയിലെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കാളിന്തി പ്രദാനം ചെയ്യുന്നത്. ആ വെള്ളം അവരുടെ കൈക്കുമ്പിളിലാക്കി ദാഹം തീരുന്നത് വരെ അവരും പശുക്കുട്ടികളും എല്ലാവരും ആവോളം കുടിച്ചു. അല്പസമയത്തിനകം തന്നെ ഈ വെള്ളം കുടിച്ച മുഴുവൻ ഗോപന്മാരും പശുക്കുട്ടികളും അവിടെ കാളിന്തിയുടെ തീരത്ത് തന്നെ മരിച്ചു വീണു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. തൻ്റെ കൂട്ടുകാരെയും പശുക്കുട്ടികളെയും കാണാതെ ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്വയം കാളിന്തിയുടെ തീരത്തേക്ക് എത്തി. ഭഗവാന് തൻ്റെ യോഗസിദ്ധി കൊണ്ട് അവിടെ സംഭവിച്ചത് എന്ത് എന്ന് മനസ്സിലായി. ഭഗവാൻ തൻ്റെ ദിവ്യശക്തി കൊണ്ട് ആ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും പശുക്കുട്ടികൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഭഗവാൻ ജീവൻ തിരിച്ചു നൽകി. അതിനുശേഷം അതിൻ്റെ തൊട്ട് സമീപത്തുള്ള ഒരു കടമ്പ മരത്തിലേക്ക് ഭഗവാൻ ഓടിക്കയറി. ആ കടമ്പ മരത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഭഗവാൻ തൊട്ട് താഴേക്ക് കാളിന്തിയിലേക്ക് ഊളിയിട്ടിറങ്ങി. ഈ കാളിന്തി എന്ന് പറയുന്ന നദിക്കടിയിൽ അതിഘോരമായിട്ടുള്ള ഒരു സർപ്പം, കാളിയൻ എന്നു പേരുള്ള സർപ്പം താമസിച്ചിരുന്നു. അതിൻ്റെ വിഷജ്വാലകളേറ്റാണ് ഈ പാവപ്പെട്ട ഗോപന്മാരും പശുക്കുട്ടികളും എല്ലാവരും മരിച്ചുപോയത്. താൻ താമസിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾക്ക് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ കാളിയനെ അന്വേഷിച്ചുകൊണ്ട് ആ നദിയുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചു. ഏതോ ഒരു കുട്ടി ഇതാ തൻ്റെ കൈപ്പിടിയിലേക്ക് വീണ്ടും വരുന്നു എന്ന് മനസ്സിലാക്കിയ കാളിയൻ ആ ഭഗവാനെ തന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. കാളിയൻ ഭഗവാനെ ആഞ്ഞു കൊത്തി. ഭഗവാൻ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഈ കുട്ടിക്ക് എന്തോ മായാജാലമുണ്ട്, ഇവൻ ജാലവിദ്യക്കാരനാണ്, ഇവൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് കരുതി ഭഗവാനെ തൻ്റെ ആ ക്രൂരമായ ശരീരത്തിനുള്ളിൽ വെച്ച് ഞെരിച്ചു കാളിയൻ. ഭഗവാന്റെ ഭാരം താങ്ങാൻ കാളിയനുണ്ടോ സാധിക്കുന്നു? കാളിയൻ്റെ ഓരോ ആക്രമണങ്ങളെയും ഭഗവാൻ കൃത്യമായി പ്രതിരോധിച്ചു. ഓരോ സമയത്തും കാളിയൻ്റെ ഓരോ ഫണങ്ങളിലും ഭഗവാൻ ആഞ്ഞു ചവിട്ടി. ഓരോ ചവിട്ടേറ്റ് തൻ്റെ ബലം ചോർന്നു പോകുന്നതായിട്ട് മനസ്സിലാക്കിയ കാളിയൻ തളർന്നു വീണു. ഭഗവാൻ ഒറ്റച്ചാട്ടത്തിന് കാളിയൻ്റെ ഫണങ്ങളുടെ മുകളിലേക്ക് കയറി. കാളിയൻ്റെ ഫണങ്ങളുടെ മുകളിൽ ഭഗവാൻ നൃത്തം ചെയ്തു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഗോകുലവാസികളായിട്ടുള്ള ഗോപന്മാരും ഭഗവാന്റെ അച്ഛനമ്മമാരും ഭഗവാന്റെ ഏട്ടനായിട്ടുള്ള ബലരാമനും എല്ലാവരും ആ കാളിന്തി തീരത്തേക്ക് എത്തുന്നത്. ഈ സമയത്ത് കാളിയൻ്റെ പത്നിമാർ ഭഗവാനോട് വന്ന് അപേക്ഷിച്ചു, ഞങ്ങളുടെ ഭർത്താവിൻ്റെ ജീവൻ അങ്ങ് തിരിച്ചു തരണം. ഈ സമയത്ത് ഭഗവാൻ പറയുന്നു, എൻ്റെ ദേശത്ത്, എൻ്റെ നാട്ടിൽ വിഷം വമിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. കാളിയൻ രണ്ട് കൈയും കൂപ്പി എല്ലാ അഹങ്കാരവും മാറ്റിവെച്ചുകൊണ്ട് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു, ഭഗവാനെ, ഇവിടെ നിന്ന് എവിടെ പോയാലും ഗരുഡൻ വന്ന് എന്നെ ആക്രമിക്കും, അതുകൊണ്ട് എന്നെ ഇവിടെ തന്നെ താമസിപ്പിക്കണേ. ഭഗവാൻ അതിനൊരു പരിഹാരമായിട്ട് കാളിയനോട് പറയുന്നുണ്ട്, ഇനി ഗരുഡൻ നിന്നെ ഒരു തരത്തിലും വിഷമിപ്പിക്കില്ല. നിന്റെ ഓരോ ഫണങ്ങളുടെ മുകളിലും എൻ്റെ കാൽപാദങ്ങളുണ്ട്, എൻ്റെ ചിഹ്നമുണ്ട്. അതുകൊണ്ട് എൻ്റെ അനുഗ്രഹമാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. ഒരു ഗരുഡനും ഇനി നിന്നെ തൊടില്ല എന്ന് ഭഗവാൻ ആശ്വസിപ്പിക്കുന്നു. രമണകം എന്ന ദ്വീപിലേക്ക് കാളിയനെ തിരിച്ചയക്കുന്നു. ഭഗവാന്റെ കാളിയ മർദ്ദന ലീല കണ്ട മുഴുവൻ വ്രജവാസികളും സന്തോഷത്തിൽ ആറാടുന്നു. ദേവന്മാർ ഭഗവാന് പുഷ്പവൃഷ്ടി നടത്തുന്നു. അച്ഛനും അമ്മയും ഭഗവാനെ സന്തോഷത്തോടു കൂടി വീണ്ടും ഗോകുലത്തിലേക്ക് ആനയിക്കുന്നു. ഇതാണ് നാം പൊതുവിൽ കേട്ടിട്ടുള്ള കാളിയ മർദ്ദന കഥ. ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഈ ലീലയിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് അല്പസമയം ഒന്ന് വിചിന്തനം ചെയ്യാം. ആരാണ് യഥാർത്ഥത്തിൽ കാളിയൻ? 1000 ഫണങ്ങളുള്ളത് ആർക്കാണ്? നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം തന്നെയാണ് കാളിയൻ എന്ന് മനസ്സിലാക്കുക.
1000 ഫണങ്ങളുള്ള ആ അഹങ്കാരത്തിൻ്റെ തലയിലാണ് പരമാത്മാവായിട്ടുള്ള ജ്ഞാനസ്വരൂപനായിട്ടുള്ള കൃഷ്ണൻ നൃത്തം ചെയ്യുന്നത്. ആത്യന്തികമായിട്ടുള്ള ഒരു ഭക്തന് ഉണ്ടാവേണ്ട ഗുണം അഹങ്കാരമില്ലായ്മയാണ്. എപ്പോഴും ഭക്തൻ വിനീതനായിരിക്കണം, ദാസ സ്വഭാവം കാണിക്കുന്നവനായിരിക്കണം. ഭഗവാന്റെ ഭക്തന്മാർക്ക് എല്ലാവർക്കും പരസ്പരം സ്നേഹമാണ് വേണ്ടത്, ഒരിക്കലും വിദ്വേഷമല്ല, അഹങ്കാരമല്ല. ആത്യന്തികമായിട്ട് അഹങ്കാരം ഭക്തന്റെ നാശത്തിനാണ് ഇടവരുത്തുക. ഒരിക്കലും ഭഗവാൻ ഭക്തന്റെ നാശം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സാകുന്ന കാളന്തിയിൽ എപ്പോഴൊക്കെ അഹങ്കാരമാകുന്ന കാളിയൻ തലപൊക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ എങ്ങനെയാണോ കാളിയനെ അങ്ങ് അഹങ്കാരത്തിൽ നിന്ന് മോചിപ്പിച്ചത്, അതുപോലെ എൻ്റെ മനസ്സിലുള്ള ഈ ചിന്തകളെ, ഈ സർപ്പചിന്തകളെ അടക്കി അങ്ങയുടെ കാൽപാദങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവാൻ അനുഗ്രഹിക്കണമെന്ന്. ആ തത്വം നമുക്ക് കാളിയമർദ്ദനയിലൂടെ ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞു തരട്ടെ. ആ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ്റെ കാളിയമർദ്ദന രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. അവളുടെ ദീനരോധനം അത്ര അസഹനീയവും ഭീകരവുമായിരുന്നു. കുന്തി പ്രസവിച്ചു എന്നറിഞ്ഞ് പ്രസവിക്കാത്ത തൻ്റെ വീർത്ത ഉദരത്തിലേക്ക് അവൾ നടത്തിയ മർദ്ദനത്താൽ വളർച്ചയെത്താത്ത പക്വമാകാത്ത ഭ്രൂണം ഒരു മാംസഭിണ്ഡമായി പുറത്തേക്ക് ബഹിർഗമിച്ചു. അത് ശേഖരിച്ച് സൂക്ഷിച്ച് ശേഷം ഞാൻ അതിനെ 100 കുടങ്ങളിലാക്കി. അപ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മനം പുരട്ടുന്ന ഗന്ധവും ഓ വിവരിക്കാൻ കഴിയാത്തവ. എനിക്കാകെയുള്ള ധൈര്യം വേദപ്പൊരുളിനെ പകുത്തു എന്നുള്ളതാണ്. വേദം അറിവാണ്. ആ അറിവിനെ ഞാനും എൻ്റെ അനുചരന്മാരും കൂടി പകുത്തു. ആ അറിവ് മാത്രം വച്ച് ഒരു അദ്ഭുത കർമ്മം, അതും സൃഷ്ടികർമ്മം. മാതാവിൻ്റെ ഉദരത്തിലെ ചൂരും ചൂടും സൃഷ്ടിച്ച് ജീവൻ തുടിപ്പിക്കുക, എല്ലാം ഈശ്വരന്മാരുടെ അനുഗ്രഹം. അങ്ങനെ വേദത്തെ വ്യസിച്ചവൻ എന്ന അർത്ഥത്തിൽ ഞാൻ വ്യാസനായി. എന്റെ പാരമ്പര്യം ദാശവൃത്തിയിൽ തുടങ്ങുന്നു. മീൻപിടുത്തത്തോടൊപ്പം യമുനാ നദിയിലെ കടത്തും. അങ്ങനെ ഒരു ദിവസം അമ്മ കാളി എന്ന സത്യവതിയായിരുന്നു കടത്തിനായി ഉണ്ടായിരുന്നത്. അപ്പോഴാണ് മഹാമുനി പരാശരൻ എത്തുന്നത്. അമ്മയുടെ ദേഹത്തിന്റെ ദുർഗന്ധം അദ്ദേഹത്തിന് അസഹ്യതയുളവാക്കി. അങ്ങനെ അദ്ദേഹം തന്റെ തപശക്തിയാൽ അമ്മയ്ക്ക് കസ്തൂരിയുടെ ഗന്ധം നൽകി. അങ്ങനെ മത്സ്യഗന്ധിയായിരുന്ന അമ്മ കസ്തൂരിഗന്ധിയായി. അമ്മയുടെ രൂപലാവണ്യത്തിൽ ആകൃഷ്ടനായിരുന്നു അദ്ദേഹം. ആകാശത്ത് കാറും കോളും വന്നു. ചെറിയ ചാറ്റൽ മഴ, മൂടൽമഞ്ഞ് പെയ്തിറങ്ങി. അങ്ങനെ അവർ ഒരു ദ്വീപിൽ ഇടം തേടി. അവിടെ വെച്ച് ഞാൻ ജനിച്ചു, കൃഷ്ണനായി. ജനനം ദ്വീപിലായതിനാൽ കൃഷ്ണദ്വൈപായനായി. ജനിച്ച ഉടനെ ബാലനായ ഞാൻ പഠനത്തിനായി അമ്മയുടെ അനുഗ്രഹം തേടി. അമ്മേ, അമ്മ എപ്പോൾ സ്മരിച്ചാലും ഉടൻ ഞാൻ എത്തിക്കൊള്ളാം എന്ന ഉറപ്പിന്മേൽ ഞാൻ മറഞ്ഞു. പഠനവും ചിന്തയും തപസ്സുമായിരുന്നു എൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ. അങ്ങനെ ഞാൻ സരസ്വതീ തീരത്ത് തപസ്സാരംഭിച്ചു. അനേകം ശിഷ്യഗണങ്ങളോടൊത്ത് വേദാഭ്യാസത്തിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ വാത്സല്യിക്കുന്നതും തീറ്റിക്കുന്നതും ഞാൻ കണ്ടു. അതെന്നെ പുത്രവാത്സല്യത്തിലേക്കും ദാമ്പത്യ ജീവിതത്തിലേക്കും കൊണ്ടുപോയി. അങ്ങനെ നല്ല നല്ല വരങ്ങൾ ലഭിക്കുന്നതിനും പുരുഷാർത്ഥം ലഭിക്കുന്നതിനുമായി ഞാൻ നാരദന്റെ ഉപദേശപ്രകാരം ദേവിയെ തപസ്സാരംഭിച്ചു. തപസ്സു കഠിനമായപ്പോൾ തപസ്സിൽ വിഘ്നങ്ങൾ വരുത്താനായി അപ്സരസുകൾ എത്തി. അതിൽ സുന്ദരിയായ ഘൃതാജി ഒരു പഞ്ചവർണ്ണ തത്തയുടെ രൂപത്തിലാണ് പറന്നെത്തിയത്. ആ സൗന്ദര്യ ദർശനത്തിൽ അരണിയിൽ
എനിക്കൊരു പുത്രൻ ജനിച്ചു, ശുഗൻ. എന്റെ അമ്മയെ പുനർവിവാഹം ചെയ്ത ചന്ദ്രവംശജനായ ശന്തനു മഹാരാജാവ് അമ്മയെ ഹസ്തിനപുരിയിൽ എത്തിച്ചു. വംശം അന്യം നിന്നു പോകാതിരിക്കാനായി മാതാവിന്റെ ഉപദേശപ്രകാരം എനിക്ക് അനുജപത്നികളിലും ദാസിയിലുമായി 3 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ എനിക്ക് ഹസ്തിനപുരിയിലെ രാജകാര്യങ്ങളിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. പാണ്ഡവ കൗരവരുടെ ആധ്യാത്മ ഗുരുവാണ് നാം. ഗാന്ധാരിക്ക് 100 പുത്രന്മാരും 1 പുത്രിയും ജനിച്ചത് എന്റെ കർമ്മഫലത്താലാണ്. മഹാഭാരത യുദ്ധത്തിൽ മരിച്ചുപോയ പുണ്യാത്മാക്കളെ എന്റെ തപോബലത്താൽ ഞാൻ ഗംഗാ ഉപരിതലത്തിലേക്ക് ആവാഹിച്ചു വരുത്തി. യുദ്ധത്തിൽ മരിച്ച ധീരയോദ്ധാക്കളുടെ പത്നിമാരോട് ഗംഗയിൽ മുങ്ങി അവരുടെ പതികളുടെ അടുത്തേക്ക് പോകാൻ ഞാൻ നിർദ്ദേശിച്ചു. ശിവകൃഷ്ണ മാഹാത്മ്യം അശ്വത്ഥാമാവിനോട് സമർത്ഥിച്ചു. ധൃതരാഷ്ട്രരുടെ ഉപദേഷ്ടാവായിരുന്ന് അദ്ദേഹത്തെ രാജസൂയ യാഗത്തിൽ സഹായിച്ചു. സഞ്ജയന് ദിവ്യദൃഷ്ടി പ്രദാനം ചെയ്തു. അന്നൊരിക്കൽ ഒരു പുഴുവിനെ ശകടം കയറി മരിക്കും എന്ന് ഭയന്ന് ഞാൻ വീതിയിൽ നിന്നും രക്ഷിച്ചു. മഹാഭാരത കഥാരചനയാണ് അനന്തര തലമുറകളോട് കൂടുതൽ അടുപ്പിച്ചത്. പാണ്ഡവ കൗരവ കഥ ഹൃദയത്തിൽ നിന്നും അനർഗളമായി പ്രവഹിച്ചപ്പോൾ അത് കാവ്യരൂപത്തിൽ പകർത്താനായി ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം മഹാഗണപതിയെ സമീപിച്ചു. എഴുത്താണി നിർത്താതെ കാവ്യം പറഞ്ഞു തരാമെങ്കിൽ എഴുതാമെന്നും അർത്ഥം ധരിക്കാതെ എന്തെങ്കിലും എഴുതി പിടിപ്പിക്കരുതെന്നും വ്യവസ്ഥ വച്ച് 2.5 വർഷം കൊണ്ട് കാവ്യം പൂർത്തിയായി.